ഞാൻ ഒരിക്കലൊരു 10 വർഷത്തെ ഗ്യാപ്പിന് ശേഷം വന്നതാണ്. അപ്പം വന്നതിന് ശേഷം അമ്മ അറിയാതെ ഇവിടെ ഏഷ്യാനെറ്റിൻ്റെ ചെയ്തു, പിന്നെ കുടുംബശ്രീ ശാരദ ചെയ്തു, പിന്നെ ഇപ്പം ചെയ്തേക്കുന്നത് ഇത്. ടീച്ചറമ്മ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടറാണ് എൻ്റേത്. വളരെ മനോഹരമായിട്ടാണ് എഴുതിയേക്കുന്നത് സാറ്. അതുപോലെ നിഷാന്ത് എടുക്കുന്ന വിധം, നമുക്കുള്ളൊരു ഫ്രീഡം ഉണ്ടല്ലോ. നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് ഓരോ ആർട്ടിസ്റ്റുകൾക്കും ഒരു ഫ്രീഡം ഉണ്ട്. അതിനെ അവരുടേതായ രീതിയിൽ അതിനെ കൊണ്ടുവന്ന് ആ കഥാപാത്രത്തെ അവർ അതിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. കാര്യം അമ്മ എന്ന് പറയുന്ന സംഘടന ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒരു ഗോസിപ്സും അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സീസും എനിക്ക് അറിയത്തില്ല. എന്നെ കവിഞ്ഞുള്ള വിഷയങ്ങൾ അതല്ല. എനിക്ക് ഒരു രീതിയിൽ അതിനകത്ത് എന്താണെന്നും മനസ്സിലാകത്തില്ല. ഞാനൊട്ട് റിയാക്ട് ചെയ്യുകയോ എൻ്റെ അഭിപ്രായം പറയുകയോ ചെയ്യേണ്ട കാര്യമില്ല. കേൾക്കാറുണ്ടല്ലോ, കേൾക്കുമ്പോഴാണ് സൈലന്റ് ആണ്, മിണ്ടാറില്ല. എനിക്കതിൽ താല്പര്യമില്ല, അതുകൊണ്ടാണ് എനിക്ക് അതിനോട് താല്പര്യമില്ല. ഇവൻ ഒരിടത്തും എനിക്കൊരു ഗോസിപ്സിനോടോ ഒരിടത്തെ ഇഷ്യൂസിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ആ വിഷയത്തിൽ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഞാൻ ഡിസിഷൻ എടുത്തിരിക്കുന്ന വ്യക്തിയാണ്. എനിക്കങ്ങനെ ഒരു കോൺട്രവേഴ്സീസും വേണ്ട. എനിക്ക് ആരുടെയും ഒരു പോളിറ്റിക്സ് ചെയ്യാനും ഞാൻ തയ്യാറല്ല. ആരോടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും ഞാൻ തയ്യാറല്ല. ചേച്ചി നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു. കാര്യം നിങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഇൻ്റർവ്യൂ എടുക്കും കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്ത് ചോദിക്കണം, എവിടെ തുടങ്ങണം എന്നുള്ള ടെൻഷൻ കാണും. എങ്കിലും ചോദിക്കട്ടെ ചേച്ചി, എങ്ങനെയുണ്ട് ടീച്ചറമ്മ? ടീച്ചറമ്മ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ക്യാരക്ടറാണ് എൻ്റേത്. വളരെ മനോഹരമായിട്ടാണ് എഴുതിയേക്കുന്നത് സാറ്. അതുപോലെ നിഷാന്ത് എടുക്കുന്ന വിധം, നമുക്കുള്ളൊരു ഫ്രീഡം ഉണ്ടല്ലോ. നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് ഓരോ ആർട്ടിസ്റ്റുകൾക്കും ഒരു ഫ്രീഡം ഉണ്ട്. അതിനെ അവരുടേതായ രീതിയിൽ അതിനെ കൊണ്ടുവന്ന് ആ കഥാപാത്രത്തെ അവർ അതിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്ക് അവർ പറയുന്നതിനെ ഉൾക്കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. വളരെ മനോഹരമായിട്ടാണ് കല്ലൂർ സാറും അതേപോലെ നിഷാന്തും അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ ക്യാമറമാൻ സാറും വളരെ നമുക്കൊരു ടെൻഷൻ ഇല്ലാത്ത രീതിയിലാണ് അവരതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്യുന്നത്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ക്യാമറ ക്രൂവിൻ്റെ കാര്യം തന്നെ. ക്യാമറ എന്ന് പറഞ്ഞാൽ അത്രയും ഡിഫിക്കൽട്ടായിട്ടാണ് ഓരോ ഷോട്ട്സും എടുക്കുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് വന്നപ്പം ഇത് പ്രതീക്ഷിച്ചായിരുന്നു ഇങ്ങനെ ഒരു ക്യാമറ ക്രൂവിൻ്റെ കൂടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളത്? ഞാൻ സിനിമയിൽ ചെയ്ത പോലെ ഞാൻ നേരത്തെ തന്നെ സീരിയലും ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പം ഇത്രയും നാളുമായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ഒരു സീൻ ചെയ്ത് മാറുകയും അതെനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പ്രഷൻ ഒന്നും മുറിയുന്നില്ല. നമ്മൾ ആ ഒരു ക്യാരക്ടർ എടുത്താൽ അല്ലെ ഒരു സീൻ ചെയ്യുമ്പോൾ ആ സീനിന് അങ്ങ് നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടുവാണ്. ആദ്യം മുതൽ ലാസ്റ്റ് വരെ നമ്മൾ അഭിനയിക്കുമ്പോൾ ഒരു തുടർച്ചയോടങ്ങ് അഭിനയിക്കാൻ പറ്റുന്നു. കണ്ടിന്യൂറ്റി നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മുടെ എക്സ്പ്രഷൻ മുറിയുന്നില്ല. ഇപ്പം ചേച്ചി ഇപ്പോൾ സിനിമയിൽ നിന്നു കുറേ അധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്, നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ താരരാജാക്കന്മാരോടൊപ്പം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ലൊക്കേഷനിൽ വരുമ്പോൾ എല്ലാവർക്കും ആദ്യം ഒരു ചെറിയൊരു പേടിയും ബഹുമാനവും എല്ലാവരും ഉള്ളിൽ കാണും. ചേച്ചി അങ്ങനെ ഒന്നുമില്ല. എന്താണെന്ന് ചോദിച്ചാൽ അത് വേറൊരു ലോകം, ഇത് വേറല്ല. പക്ഷെ രണ്ടും നോക്കുവാണെങ്കിൽ രണ്ടിൻ്റെയും അടിസ്ഥാന ഘടകങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അഭിനയിക്കുക, അവർ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ക്യാമറ, ഞങ്ങൾ അഭിനയിക്കുന്നു. അല്ലാതെ ചിലപ്പോൾ വലിയ സ്ക്രീന്, ചെറിയ സ്ക്രീന്. പക്ഷേ എനിക്കൊരു വ്യത്യാസവും, എനിക്ക് രണ്ടിടത്തും ഒരുപോലെ ചെയ്യാൻ പറ്റിയാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ എല്ലായിടത്തും നമ്മളെ ഗൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ എല്ലാവരും നല്ല നല്ല ഡയറക്ടേഴ്സിൻ്റെ കയ്യിലോട്ടാണ് ഞാൻ ചെന്ന് വർക്ക് ചെയ്യാൻ പറ്റിയത്. എനിക്ക് അവിടെ ആയാലും ഇവിടെ ആയാലും. സോ അവരുടെ ഒരു ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇതാണെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുക എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് അവർ ഓരോരുത്തരും നമ്മളെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഡയറക്ടറിൻ്റെ ഡയലോഗ് കട എടുക്കാം. പാട്ട് പഠിക്കാൻ പോയ സിംഹത്തിൻ്റെ മടയിലാണ്, അഭിനയിക്കാൻ പോയ സിംഹത്തിൻ്റെ മടയിൽ തന്നെ. അപ്പോൾ ഡയറക്ടേഴ്സ് എല്ലാം സിംഹങ്ങളായിരുന്നു, എല്ലാ സിംഹങ്ങളായിരുന്നു. അവരോട് അഭിനയിക്കുമ്പോൾ ഒരു കിട്ടുന്നൊരു കോൺഫിഡൻറ്റ് ചേച്ചിയുടെ ഫേസിൽ കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ചേച്ചി നമ്മൾ സീരിയലിലോട്ട് സിനിമാ ലോകത്തേക്ക് പോകുമ്പോൾ, സിനിമ എന്ന് പറയുന്നത് വലിയ സ്ക്രീനാണ്, അതിൽ വലിയ താരങ്ങൾ വരും, അപ്പോൾ കുറേ സമയങ്ങളെടുക്കും. അത് പക്ഷേ ഒരു 40-60 ഡേയ്സിനകത്ത് ഇത് തീരും, സിനിമ തീരും. പക്ഷേ ഇതങ്ങനെയല്ല, സീരിയൽ അങ്ങനെയല്ല. സീരിയൽ നമ്മുടെ ഇപ്പം ഞാൻ ഇത് തന്നെ ഏത് സീരിയൽ എടുത്താലും മിനിമം നമ്മളൊരു 1.5 year 2 years ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിവസം നമ്മൾ വരുന്നു, അവരുടെ കൂടെ ആക്ച്വലി നമ്മൾ ജീവിക്കുന്നു, നമ്മുടെ ഒരു ഫാമിലി പോലെ ജീവിക്കുന്നു സീരിയൽ. മറ്റേത് ആ ഒരു ചെറിയ ഗ്യാപ്പിനകത്ത് നമ്മൾ ചെന്ന് അഭിനയിക്കുന്നു,
നമ്മൾ വേണ്ട ലെസൺസ് പഠിച്ചുകൊണ്ട് തിരിച്ചു വരുന്നു. അവിടെ തീർന്നു അത്. അവിടെ തീർന്നു. പിന്നെ അവിടെ നമുക്ക് ആരുമായിട്ട് പക്ഷെ ഇതങ്ങനെയല്ല. ഇത് എല്ലാ ദിവസവും ഇവരെ കാണുകയാണ്, ഇവർ ഓരോരുത്തരെയും നമ്മൾ കാണുകയാണ്. അതുപോലെ ഞങ്ങളും ഓരോരുത്തരെ ഡെയിലി കാണുവാണ്. നിങ്ങൾ ഓരോരുത്തരെയും വീട്ടിൽ നിന്ന് കാണുമല്ലേ? ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ സ്വന്തം ഹസ്ബൻഡിൻ്റെ കൂടെ, മക്കളുടെ കൂടെ, അമ്മയുടെ അച്ഛൻ്റെയും കൂടെ കൂടുതൽ സമയം നമ്മൾ ഇവരുടെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. സിനിമയാകുമ്പോൾ കുറേ സമയം അവരോട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അതുപോലെ തന്നെ ചെയ്യാം നമ്മളിപ്പം സിനിമയുടെ ഒരു അറ്റാച്ച്മെന്റ് വേറെ, ഇവരുടെ ഒരു അറ്റാച്ച്മെന്റ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതാണ് ചോദിക്കാൻ വന്നത്. ഇപ്പോൾ ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരാളുമായിട്ട് നമ്മൾ കുറച്ച് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ ആ സിനിമ കഴിയുമ്പോൾ അതവിടെ തീർന്നു. പക്ഷെ സീരിയലിൽ അങ്ങനല്ല. ഞാൻ പൊതുവേ ആദ്യമേ പറയും, ഞാൻ ആ ടോപ്പിക്കിലോട്ട്, കാരണം ഞാൻ വളരെ അഭിനയിച്ചു, ഞാൻ വീട്ടിൽ പോയി, അഭിനയത്തോടെ എൻ്റെ ക്യാരക്ടർ അവിടെ തീർന്നു. വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലോകം ഫ്രണ്ട്ഷിപ്പ് വളരെ കുറച്ചേ ഉള്ളൂ. എന്താണെന്ന് ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല, അത് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ചെറുപ്പത്തിലേ ഞാൻ ഇവിടെ വന്നു. എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡും ആക്ടറാണ്, ആനന്ദ് എന്ന് പറയും, തിരുടായിൽ ആക്ട് ചെയ്ത് വൺ ഓഫ് ദ ഹീറോ. പുള്ളി ഇവിടെയും കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളിയാണ് എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട്. അപ്പം അതിൽ കവിഞ്ഞൊരു എനിക്ക് ഫ്രണ്ടിൻ്റെ ആവശ്യമില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ ചേച്ചി, ദേഷ്യം വരത്തില്ലെങ്കിൽ ഈ മലയാളം സ്ലാങ് കേൾക്കുമ്പോൾ മലയാളിയാണോ എന്ന്? ഞാൻ മലയാളിയാണ്, പക്ഷെ കുറേ വർഷമായിട്ട് ഞാൻ തമിഴ്നാട്ടിൽ താമസിച്ച കൊണ്ട് രണ്ടുകൂടെ ഒരു സ്ലാങ് കയറി വരുന്നേ ഉള്ളൂ. തമിഴ്നാട്ടിൽ എത്ര വർഷം, ചെന്നൈയിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? ഞാൻ എൻ്റെ ചെറുപ്പത്തെ പോയതാണ്. കൊച്ചിനെ പോയതാ? കൊച്ചിലെന്നല്ല, എൻ്റെ ഫിലിം ഇൻഡസ്ട്രി ഞാൻ പഠിക്കാൻ വേണ്ടി അവിടെ പോയി ഫിലിമിൽ കയറി. പിന്നെ കല്യാണം കഴിച്ചത് തമിഴ് ബ്രാഹ്മണനെയാണ്. അന്നേരം പുള്ളി ആനന്ദ്, അവർ 4 ആമക്കൾ, അമ്മ അച്ഛൻ ഇപ്പോഴും ഉണ്ട്, അമ്മ അച്ഛനും. അച്ഛന് 96 ഇയേഴ്സും അമ്മയ്ക്ക് 92 ഇയേഴ്സ്. തമിഴ് ബ്രാഹ്മിൻസ് കൾച്ചറിൽ തന്നെയാണ് ഇപ്പോൾ വരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചേച്ചി ഇടയ്ക്കൊക്കെ നമ്മളിപ്പോൾ എന്തായാലും ചേച്ചി സിനിമയിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ടും സിനിമ അത്രയധികം സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടും അതിലൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. കാര്യം അമ്മ എന്ന് പറയുന്ന സംഘടന ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് കുറച്ച് ആൾക്കാർ ഇപ്പോഴുണ്ട്. ഇപ്പോൾ നടക്കുന്ന ചർച്ചകളും ചേച്ചിക്ക് അറിയാം. കുറേ വർഷമായിട്ട് ചേച്ചി അതിനകത്തെ അംഗവുമാണ്. അപ്പം ചേച്ചിക്ക് ഒരു അതിനകത്തൊരു സ്ഥാനം കിട്ടാനായിട്ട് എപ്പോഴെങ്കിലും നിന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മോഹിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു സ്ഥാനം? ഒരിക്കലും ഇല്ല. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞു, ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞു വീട്ടിൽ ചെല്ലും. എൻ്റെ ഹസ്ബൻഡും ഞാനും മക്കളുമായിട്ട് ടൂറിന് പോകും. അങ്ങനെ അതാണ് എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ വരുമ്പം ഞാൻ അതിനെക്കുറിച്ച് ഒരു ഗോസിപ്സും അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സീസും എനിക്ക് അറിയത്തില്ല. എന്താ വെച്ചാൽ ഞാൻ വായിക്കാറില്ല. ഞാൻ മീറ്റിങ്ങിന് ഞാൻ പോകുന്നു, തിരിച്ചു വരുന്നു. അല്ലാതെ ആരുമായിട്ടും ഒരു രീതിയിലും എനിക്ക് ഒരു ഇതുമില്ല. പ്ലീസ് എന്നോട് ആ ക്വസ്റ്റ്യൻസ് വേണ്ട. കാരണം എന്താന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ എൻ്റെ മമ്മിയൊക്കെ പറയും, എടി മോളെ ഇങ്ങനെ എന്തോ. ഞാൻ പറഞ്ഞു, മമ്മി എന്നെ കവിഞ്ഞുള്ള വിഷയങ്ങൾ അതല്ല. എനിക്ക് ഒരു രീതിയിൽ അതിനകത്ത് എന്താണെന്നും മനസ്സിലാകത്തില്ല. ഞാനൊട്ട് റിയാക്ട് ചെയ്യുകയോ എൻ്റെ അഭിപ്രായം പറയുകയോ ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് അഭിനയിക്കുക, വീട്ടിൽ വരിക, ട്രാവൽ പോവുക, ഞാൻ പഠിക്കുക, അത്രയും മാത്രം. എനിക്കിതിലെന്നും പാട്ടാവണ്ട. അതുകൊണ്ടല്ല, എനിക്കതിൽ താല്പര്യമില്ല. അതുകൊണ്ടാണ് എനിക്ക് അതിനോട് താല്പര്യമില്ല. ഇവൻ ഒരിടത്തും എനിക്കൊരു ഗോസിപ്സിനോട്, ഒരിടത്തെ ഇഷ്യൂസിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ആ വിഷയത്തിൽ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഞാൻ ഡിസിഷൻ എടുത്തിരിക്കുന്ന വ്യക്തിയാണ്. സേഫ് സോണിലൂടെ ഇത് സേഫ് സോൺ അല്ല, എൻ്റെ വഴിയാണത്. അത് സേഫോ റോങ്ങോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് വേണ്ട, എനിക്കങ്ങനെ ഒരു കോൺട്രവേഴ്സീസും വേണ്ട. എനിക്ക് ആരുടെയും ഒരു പോളിറ്റിക്സ് ചെയ്യാനും ഞാൻ തയ്യാറല്ല. ആരോടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും ഞാൻ തയ്യാറല്ല. കാരണം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്. എനിക്ക് എൻ്റെതായ രീതിയിലുള്ള ട്രാവൽ ഞാൻ ഒത്തിരി പോകുന്നുണ്ട്. അതുപോലെ അഭിനയിക്കുന്നതിൽ രാവിലെ വന്ന വൈകുന്നേരം ഞാൻ തിരിച്ചു ചെന്ന് എൻ്റെ പഠനം തിരിച്ചുള്ള പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഞാൻ ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണ്. മെഡിറ്റേഷനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ഞാൻ പഠിക്കുന്നുണ്ട്. എവിടെയെങ്കിലും പോയിട്ടാണോ അതോ ഓൺലൈനാണോ അതല്ലാതെയാണോ എങ്ങനെയാണ് പഠിക്കുന്നത്? ഓൺലൈനിലും പഠിച്ചു. ഇപ്പം നേരടിയെ പോയി ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു വരുന്നു. സ്പിരിച്വൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു വരുന്നു. സ്പിരിച്വലിലേക്ക് പോകാൻ എന്തെങ്കിലും ഒരു സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തനിച്ചൊന്നുമില്ല സ്പിരിച്വൽ. നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിന് മര്യാദയ്ക്ക് ജീവിക്കുക എന്ന് മാത്രമേ അവർ പഠിപ്പിക്കുന്നുള്ളൂ. മനസ്സിലായോ? നമുക്കത് കുറച്ചുകൂടെ പഠിക്കുമ്പം നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും. സന്തോഷം. ആത്മീയത എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. അത് എനിക്കറിയത്തില്ല. ഞാൻ അത്രത്തോളം ഒന്നും ഡീപ്പായിട്ട് ഞാൻ പോയില്ല. ഞാൻ മനസ്സിലാക്കിയത്
സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രാണനെ പ്രോപ്പറായിട്ട് എടുത്ത് ബ്രീത്തിനെ പ്രോപ്പറായിട്ട് എടുത്തിട്ട് നെഗറ്റീവ് തോട്ട്സിനെ ഇല്ലാതാക്കി നിങ്ങൾ ജീവിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജീവിക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. പോസിറ്റീവ്സ് മാത്രം എടുക്കുക, നെഗറ്റീവ്സ് കളയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ. അതെ, അത് തീർച്ചയായിട്ടും അത് തന്നെ. നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവും നെഗറ്റീവും വരും. അതിനെ ഒരളവിന് നമ്മൾ ന്യൂട്രലായിട്ട് നിന്ന് കണ്ടുപോവുക, അത്രയും മാത്രമേ ഉള്ളൂ. അല്ലാതെ ജാതിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്നതിനെക്കുറിച്ചോ ഒന്നും വേണ്ട. സീരിയസ്ലി ഒരു കാര്യം പറയട്ടെ ചേച്ചി, ഇപ്പം സീരിയൽ നമ്മൾ സ്ക്രീനിൽ കാണുമ്പം ചേച്ചി ഭയങ്കരമായിട്ട് ഡയലോഗ്സ് പറയുന്നുണ്ട്, പല കോമഡീസ് പറയാൻ ശ്രമിക്കുന്നുണ്ട്, പിന്നെ ആ സീരിയസ് കഥാപാത്രങ്ങൾ, അമ്മ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇത്രയ്ക്കും സൈലൻ്റ് ആണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ വാച്ച് ചെയ്തു. ഇന്നലെ വന്നപ്പോഴും ചേച്ചി ഒരിടത്ത് പോയിരിക്കുന്നു, ഈ പറഞ്ഞ പോലെ ആരുടെ കാര്യത്തിൽ ഇടപെടാതെ ചേച്ചിയുടെ കാര്യമായിട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്കന്നേരം മനസ്സിൽ തോന്നി, ഈ ചേച്ചി നമുക്ക് ഇൻ്റർവ്യൂ തരുമോ, എന്തെങ്കിലും ചോദിച്ചാൽ ഇനി അത് അബദ്ധമാകും എന്നുള്ളൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും നാളോട്ട് വലിയ ഇൻ്റർവ്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല, പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒന്നാമത്തെ കാര്യം അവിടെ അഭിനയിക്കുമ്പം പറയുന്ന ഡയലോഗ്സ് അല്ല, അത് പബ്ലിക്കായിട്ട് നിന്ന് പറയാനുള്ള കപ്പാസിറ്റി എനിക്ക് കുറവാണ്. അന്നേരം അത് മാത്രമല്ല, എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളിപ്പോൾ ചോദിച്ചതിൻ്റെ ആൻസറായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായി. ഇപ്പോൾ നമുക്കിനിയിപ്പം ഈ സീരിയലല്ലാതെ ഇപ്പോൾ അടുത്ത പ്രോജക്റ്റുകൾ, സിനിമകൾ ഏതൊക്കെയാണ് ചേച്ചി കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്? ഞാൻ ഇടയ്ക്കൊരു 10 വർഷത്തെ ഗ്യാപ്പിന് ശേഷം വന്നതാണ്. അപ്പം വന്നതിന് ശേഷം അമ്മ അറിയാതെ ഇവിടെ ഏഷ്യാനെറ്റിൻ്റെ ചെയ്ത്, പിന്നെ കുടുംബശ്രീ ശാരദ ചെയ്തു, പിന്നെ ഇപ്പം ചെയ്തേക്കുന്നത് ഇത് 3 സീരിയൽ മാത്രമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല 10 വർഷം ഞാൻ ഒന്നും ചെയ്തില്ല. അതിനുശേഷം സീരിയൽ മാത്രമേ ചെയ്തുള്ളൂ. ഈ 10 വർഷം ഗ്യാപ്പ് ഞാനൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരുന്നു ട്രിവാൻഡ്രത്ത്, സെൻസറോ കാഫേ എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പം ബേക്കിങ്ങും ഒക്കെ പോയി പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ട് ഞാനേ ഷെഫായിട്ട് നിന്ന് ഞങ്ങൾ തന്നെ നടത്തിയ ഒരു റെസ്റ്റോറൻറ്റ്, കോഫി ഷോപ്പ്. നല്ല രീതിയിൽ പോയി. പക്ഷേ കൊറോണ ടൈമിൽ അത് മാത്രമല്ല, അവിടുത്തെ സ്റ്റാഫുകളെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പാടുള്ള കാര്യമാണ്. അപ്പം ആനന്ദ് പറഞ്ഞു വേണ്ട, അത്ര റിസ്ക് എടുക്കണ്ട, വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു ഞങ്ങൾ. 10 വർഷം കൊണ്ട് പ്രോഫിറ്റ് നമുക്ക് ഉണ്ടായോ? കാര്യം ഈ സീരിയൽ കുഴപ്പമില്ലാതെ പോയി, അത്രേ ഉള്ളൂ. അല്ല, ഈ 10 വർഷം നമ്മൾ സീരിയലോ സിനിമ ചെയ്തിരുന്നെങ്കിൽ ആ ഒരു നമുക്കൊരു ഇൻകം ഉണ്ട്. എല്ലാവരും ഇൻകം വേണമല്ലോ ചേച്ചി. അപ്പോൾ എന്തായാലും നമ്മൾ അതിനുവേണ്ടി ആയിരിക്കും ഒരു പാഷനോട് ആയിരിക്കും. ഞങ്ങൾ അതിനെക്കുറിച്ച് വലിയ ബിസിനസ് മൈൻഡഡ് പീപ്പിൾ അല്ലായിരുന്നു. അതാണ് ഞങ്ങൾക്ക് പേര് കിട്ടി. പക്ഷേ ഫിനാൻഷ്യലി ഞങ്ങൾ വലിയ ഹൈ സ്കോർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ വി എൻജോയ് ലൈക്ക് എനിത്തിങ്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിറയെ ഫ്രണ്ട്സിനെ അവിടെ നിന്ന് കിട്ടി. ഞങ്ങളുടെ ഒരു ഞങ്ങളവിടെ കുറേ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് വേണ്ടി വരുമായിരുന്നു. വി എൻജോയ്. ഞങ്ങൾ 2 പേരും, ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ ഫാമിലി സിസ്റ്റർ, ഞങ്ങളുടെ മദ്രാസിൽ നിന്നുള്ള ആൾക്കാർ വരുമ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു. ചേച്ചി ഇപ്പം ബാക്ക് ടു ടീച്ചർ അമ്മയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം എങ്ങനെയുണ്ട് ക്യാരക്ടർ, എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതിൽ എൻ്റെ ക്യാരക്ടർ മേരുക്കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടറിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. വളരെ ഇതായിട്ടൊരു ഭയങ്കര നോട്ടി, അതായത് ടീച്ചർ ഒരു അറൗണ്ട് 50 ഏജിൽ വരുന്ന 2 ലേഡീസിൻ്റെ, മീൻസ് ലൈക്ക് ഞാനും ഇവിടെ സരസ്വതി ടീച്ചറും വളരെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പം ഞങ്ങളുടെ അകത്തുള്ള ചെറിയ ചെറിയ സ്നേഹങ്ങളും പിണക്കങ്ങളും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ എല്ലാ ക്യാരക്ടേഴ്സിനും ഞാൻ എൻജോയ് ചെയ്യും. പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടി ഞാനും ശ്രീയുടെ ഭയങ്കര നല്ലൊരു ടേംസ് ആൻഡ് കണ്ടീഷനാണ്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ്. അപ്പം അതിൻ്റെതായ ഒരു ഹാപ്പിനെസ് മോറുണ്ട്. അതെ. അപ്പം അത് ചേച്ചിയുടെ ഫേസിൽ കാണാനുണ്ടോ? ചോദിക്കുമ്പോൾ തന്നെ ഭയങ്കര എന്താണ് പറഞ്ഞൊരു 100 നാവാണ് ടീച്ചറമ്മയെ കുറിച്ച് പറയാനായിട്ട്. പ്രേക്ഷകരോട് എന്താ ചേച്ചി പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാൻ തീർച്ചയായിട്ടും കാണുക. ഒരു മിഡ് ഏജിലുള്ള നിറയെ പേർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് അവർ പറയുന്നത്. അതിനെ കണ്ട് മനസ്സിലാക്കി എൻജോയ് ചെയ്യുക. അപ്പോൾ എന്തായാലും വളരെ വളരെ സന്തോഷം ചേച്ചി. ഇനിയും ഈ ഒരു ചിരി ആയുസോട് കൂടി തന്നെ മുന്നോട്ട് പോട്ടെ. ഈ 2025, 26, 27, 28 വരുമ്പോഴെല്ലാം നല്ല നല്ല സിനിമകളും സീരിയലും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇനി അടുത്ത ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പം ഇൻ്റർവ്യൂ എങ്ങനെയാണ് കൈകാര്യം ചേച്ചിക്ക് മനസ്സിലായി കാണും. അങ്ങനെ തന്നെ വരാം. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.